വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ 65. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരകപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, അരിപ്പൊടി, കോൺഫ്ലവർ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ലെമൺ ജ്യൂസ്, മല്ലിയിലയും കറിവേപ്പിൻ്റെലയും ചതച്ചെടുത്താണ്. 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു മുട്ട ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, വറുത്തരിപ്പൊടിയാണ്, ഇതൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മസാല പൗഡർ ആഡ് ചെയ്യാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ടെർമറിക് പൗഡർ, ക്യൂമിൻ സീഡ്സ് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ക്രഷ് ചെയ്തെടുത്ത മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളെല്ലാം ചിക്കൻ പീസിന്മേൽ നന്നായി പിടിക്കണം. അതിനുശേഷം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓയിലും ചിക്കനും നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ സോസൊന്നും തയ്യാറാക്കുന്നില്ല. ചിക്കനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ചില്ലി സോസൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ചിക്കന് കളർ കിട്ടാൻ വേണ്ടി ഞാൻ റെഡ് കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചിക്കൻ 65 എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.